അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അനുസ്മരിക്കുന്ന സുന്ദരമായ ഒരു സമയത്താണ് നമ്മളിങ്ങനെ ചേർന്നിരിക്കുന്നത്. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരുടെ നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുക എന്ന ഇസ്ലാമിന്റെ പാഠത്തെ നമ്മൾ ചേർത്തു വെക്കുമ്പോൾ മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികളെ അനുസ്മരിക്കുക എന്നതും ഖൈറായി, നന്മയായി, സുഹൃതമായി മാറുന്ന ഇസ്ലാമിന്റെ സുന്ദരമായ പരിസരത്ത് നിന്നാണ്. ഹൈദർ അലി തങ്ങളെ സ്മരിക്കാൻ, പാണക്കാട് കുടുംബത്തെ പറയാൻ, ഇവിടെയുള്ള ഉലമ ഉമറ ബന്ധത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയാൻ നമ്മൾ കുറച്ചു നേരം ചെലവഴിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ONV മനോഹരമായ കവിതാ ശകലമുണ്ട്. എല്ലാം മറന്നൊന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചുപോയി, ഇനി നമ്മിലൊരാളിന്റെ നിദ്രക്കു മറ്റയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം, ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക. പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ കാലത്തൂടെ മുസ്ലിം സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫാഷിസം തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സാമൂഹിക പരിസരത്ത് നിന്ന് പാണക്കാട് കുടുംബം കണ്ണിമ ചിമ്മാതെ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെയുള്ള മുസ്ലിം സമൂഹം മനോഹരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്, സമാധാനത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ്. ഒരുപാട് പ്രവാചകന്മാർ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. സംസ്കരിക്കുകയും നല്ല വഴിയിലേക്ക് നടത്തുകയുമാണ് അവരുടെ ലക്ഷ്യം. പരിശുദ്ധമായ ദീന് പറയലാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ഒരുപാട് പ്രവാചകന്മാർ ലോകത്തേക്ക് വന്ന് വഫാത്തായി പോയതിനു ശേഷവും അവരുടെ പരമ്പര ലോകത്ത് നിലനിൽക്കുന്നു എന്നത് അല്ലാഹു തആല നൽകിയ വലിയ അനുഗ്രഹമാണ്. അവരുടെ പ്രതീകമായി, പ്രതിനിധികളായി അഹ്ലു ബൈത്ത് സമുദായത്തിന് മുകളിൽ കുടപിടിച്ച് നിൽക്കാനുണ്ട് എന്നത് ഏറെ നാളും പ്രതീക്ഷ നൽകുന്ന, എപ്പോഴും സന്തോഷം നൽകുന്ന മനോഹരമായ കാര്യമാണ് എന്നതിൽ നമുക്കാർക്കും സംശയമില്ല. കർബല യുദ്ധം ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന്, ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് തിന്മക്കെതിരെ, അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ട മനോഹരമായ ഒരു സാംസ്കാരിക വിപ്ലവമായിരുന്നു, യുദ്ധമായിരുന്നു കർബല യുദ്ധം. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപുത്രി ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട മക്കൾ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഹസൻ റളിയല്ലാഹു അൻഹുവും അവരുടെ കാലത്താണ് കർബല യുദ്ധം നടക്കുന്നത്. കർബല യുദ്ധത്തിൽ വെച്ചാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. കർബല യുദ്ധത്തിൽ വെച്ച് അനീതിക്കെതിരെ പോരാടിയതിന്റെ പ്രതീകമായിട്ട് ലോകത്തെന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഗാന്ധിജിയുടെ മനോഹരമായ വാക്യത്തിലേക്കാണ്. ഗാന്ധിജി ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ലോകത്ത് അക്രമത്തിനെതിരെ, അനീതിക്കെതിരെ, സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതിഷേധിക്കാൻ, പ്രതികരിക്കാൻ എനിക്ക് ശക്തി തന്നത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കർബലയുടെ നീക്കമായിരുന്നു. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അനീതിക്കെതിരെ പോരാടുമ്പോൾ എന്റെ സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് ധ്വജവാഹകനാകാൻ ഞാൻ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിക്കുമായിരുന്നു എന്ന് പറഞ്ഞു മഹാനായ ഗാന്ധിജി. ലോകത്തിന് അഹിംസ പഠിപ്പിച്ച ഗാന്ധിജി ബ്രിട്ടീഷുകാരന്റെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ വട്ടമേശ സമ്മേളനത്തിന്, കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഒന്നാം വട്ടമേശ സമ്മേളനത്തിന് പോകുമ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ, ദ ഹാഫ് നേക്ഡ് ഫക്കീർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ മഹാരാജാവിന്റെ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ധരിക്കുന്ന വസ്ത്രം ധരിച്ചാണ് ഞാൻ വന്നത്, അതുകൊണ്ട് എന്നെ ഇവിടെ കയറ്റാൻ നിങ്ങൾക്ക് കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന രാജ്യത്തെ പ്രജകളുടെ അവസ്ഥയാണ് നിങ്ങളുടെ മോശം, പരിതാപകരമായ അവസ്ഥയെ വിളിച്ചോതുന്നത് എന്ന് വിൻസ്റ്റൺ ചർച്ചിലിന്റെ മുഖത്ത് നോക്കി മറുപടി പറഞ്ഞ അതേ ഗാന്ധിജിയുടെ വാചകങ്ങൾ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇങ്ങനെയാണ്. അത്ര മനോഹരമായാണ് ആ ചരിത്രത്തെ ലോകം നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഏതാണ്ട് 7ാമത്തെ ഒരു തലമുറയാണ് കണ്ണൂരിലെ വളപട്ടണത്ത് വന്ന് താമസമാക്കുന്നത്. അവരിൽ നിന്ന് പിന്നീട് വരുന്ന 4ാമത്തെ തലമുറയാണ് മലപ്പുറത്ത് വരുന്നതും തുടർന്ന് അവിടെ നിന്ന് പാണക്കാട്ടെ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഒരു തങ്ങൾ പാണക്കാട്ടേക്ക് വന്ന് താമസം ആരംഭിക്കുന്നതും. അവിടെ നിന്നാണ് പാണക്കാട് എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ, ഒരു ചരിത്രത്തിന്റെ ആമുഖം ആരംഭിക്കുന്നത്. ഹുസൈൻ ശിഹാബ് ആട്ടക്കോയ തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം
അദ്ദേഹത്തിൽ നിന്നാണ് പാണക്കാട് കുടുംബത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മലബാർ പോരാളികൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആളാണ് ഫസൽ പൂക്കോയ തങ്ങൾ. എന്നാൽ ഫസൽ പൂക്കോയ തങ്ങൾ മമ്പുറം തങ്ങളുടെ മകനാണ്. ഫസൽ പൂക്കോയ തങ്ങളെ ഇവിടെ നിന്ന് മലബാറിൽ നിന്ന് ബ്രിട്ടീഷുകാരൻ നാട് കടത്തുന്നതോടുകൂടി മലബാറിലെ ജനത, മാപ്പിള യോദ്ധാക്കൾ തങ്ങളുടെ സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ ആളില്ലാതെ വിതുമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സമുദായം പ്രതീക്ഷയുടെ കണ്ണുകൾ മുഴുവൻ മഹാനായ ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങളിലേക്ക് തിരിച്ചു വെക്കുന്നത്. ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ എല്ലാ നിലക്കും ഇവിടുത്തെ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ആളായിരുന്നു. പാണക്കാട് കുടുംബത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എന്നും അനീതിക്കെതിരെ പോരാടുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന്റെ തുടക്കം ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങളിൽ നിന്നാണ്. പോലീസുകാരന്റെ ഇടിവണ്ടി 2 തവണയാണ് പാണക്കാട്ടെ മുറ്റത്തേക്ക് വന്നത്. ഒന്ന് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങളുടെ കാലത്താണ്, രണ്ടാമത് മഹാനായ PMS പൂക്കോയ തങ്ങളുടെ കാലത്താണ്. ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിക്കുമ്പോൾ കൊളക്കാടൻ കുട്ടി ഹസൻ എന്ന് പറയുന്ന ഒരു മാപ്പിള യോദ്ധാവ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്യാൻ അവർ പോകുന്ന വഴി ഫറൂഖിൽ നിന്ന് പോന്ന് അവർ പാണക്കാട് കയറി ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങളുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്ത് അവരിൽ നിന്ന് ഉറുക്ക് വാങ്ങി മന്ത്രിച്ച് കെട്ടിയിട്ടാണ് അവര് പട്ടാളക്കാരനോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്. കേസ് വരുന്നത് ഇങ്ങനെയാണ്. അന്ന് ഒരു തഹസിൽദാർ ആയിരുന്ന ഒരു കുട്ടി ഹസൻ കൂടെയുണ്ട്. അദ്ദേഹം വന്ന് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിച്ച ഉടനെ പാണക്കാട് എന്ന് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട തങ്ങളെ, നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്ക് പ്രശ്നമാണ്, ഇവിടുത്തെ പട്ടാളക്കാരന്റെ പ്രശ്നമാണ്, ഇവിടുത്തെ ജനതക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് നമുക്കിത് ഒതുക്കി തീർക്കാം. നിങ്ങൾ നാളെ പോലീസുകാരൻ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുമായി വരുമ്പോ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ കൊളക്കാടൻ കുട്ടി ഹസൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അവന് ഒന്നും ഊർജം നൽകിയിട്ടില്ല, ഞാൻ അവരോട് യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടില്ല, ഞാൻ അവരോട് ഉറുക്ക് മന്ത്രിച്ച് നൽകിയിട്ടില്ല. നിങ്ങൾ ബ്രിട്ടീഷുകാരനെതിരെ യുദ്ധം ചെയ്യണമെന്ന ആഹ്വാനമോ ഊർജമോ ആർജവമോ ഞാൻ അവർക്കാർക്കും നൽകിയിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാൻ ബ്രിട്ടീഷുകാരൻ തയ്യാറാണ് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ എല്ലാ സുസ്ഥിതിയും ആഗ്രഹിച്ച്, സമാധാനം ആഗ്രഹിച്ച്, സൗഖ്യങ്ങൾ ആഗ്രഹിച്ച് അത്തരമൊരു നീക്കത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ആ മനുഷ്യന്റെ മനോഹരമായ വാചാലമായ സംസാരമുണ്ട്. ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ പറഞ്ഞു, ഇവിടെ കൊളക്കാടൻ കുട്ടി ഹസൻ വന്നിട്ടുണ്ട്, ഞാൻ അയാളോട് നിങ്ങൾ പോലീസുകാരനെതിരെ ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യുദ്ധം ചെയ്ത് വിജയിച്ച് എന്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ ഉറുക്ക് മന്ത്രിച്ച് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനായ ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങളുടെ പോരാട്ട വീര്യം, അവരുടെ പോരാട്ട വീര്യം അധികാരത്തിനെതിരെ എന്നെന്നും, അധികാര ദുർവിനിയോഗത്തിനെതിരെ എന്നെന്നും നിലകൊള്ളാനുള്ള പാണക്കാടിന്റെ സ്ഥൈര്യം, ആ ധൈര്യം, അതിനെ നമ്മൾ ചരിത്രത്തിൽ ഇവിടെയും വായിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങളിൽ നിന്നാണ് പാണക്കാടിന്റെ ചരിത്രം പിന്നീട് ആരംഭിക്കുന്നത്. സയ്യിദ് കോയ തങ്ങളിലൂടെ വന്ന് പിന്നീട് മഹാനായ PMS പൂക്കോയ തങ്ങളിലാണ് അത് ചെന്നു നിൽക്കുന്നത്. അവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നാടിനെ പാശ്ചാത്യവൽക്കരിക്കുന്നതിൽ നിന്ന് വല്ലാതെ രക്ഷ നൽകി എന്നതാണ്. നാടിനെ ബ്രിട്ടീഷുകാരൻ പാശ്ചാത്യവൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനെതിരെ നിരന്തരം ശബ്ദമുയർത്തിയ ആളുകളായിരുന്നു പാണക്കാട്ടെ കുടുംബം എന്നതാണ്. അധികാരത്തോട് നിരന്തരമായ അകലം പാലിക്കുന്നത് പാണക്കാട് കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അധികാരം ഒരു ഭാഗത്തുണ്ടാകുമ്പോ അതിനോട് ചേർന്ന് നിൽക്കാതെ, അതിന്റെ പ്രിവിലേജുകൾക്ക് പിന്നാലെ പോകാതെ, അതിന്റെ പ്രിഫറൻസുകൾക്ക് പിന്നാലെ പോകാതെ അധികാരത്തിൽ നിന്ന് അകലം പാലിച്ച ഒരു രീതി പാണക്കാട് കുടുംബത്തിന്റെ പ്രത്യേക സവിശേഷതയാണ്. അവർക്കൊരു ചിന്തയുണ്ടായിരുന്നു. അധികാരമെന്നാൽ ഗാന്ധിജി മുന്നോട്ട് പിടിച്ച ചിന്തയെ പോലെ ഏറ്റവും സാധാരണക്കാരന്റെ, നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന്റെ ഇടയിൽ എനിക്കുള്ള അധികാരം എന്താണോ അതാണ് സർവാധികാരം എന്ന ചിന്തയാണ് പാണക്കാട് കുടുംബം ചരിത്രത്തിൽ എന്നും വെച്ചു പുലർത്തിയത്. നമുക്കറിയാം, നമ്മൾ വാഫി സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നവരാണ്. 2 ബാപ്പുഹാജിമാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. 2 ബാപ്പുഹാജിമാർ, ഒന്ന് കാളികാവിലെ ബാപ്പുഹാജിയാണ്, മറ്റൊന്ന് ജാമിഅ നൂരിയക്ക് വേണ്ടി സ്ഥലം സമ്മാനമായി നൽകിയ പട്ടിക്കാട്ടെ ബാപ്പുഹാജിയാണ്. ഈ 2 ബാപ്പുഹാജിമാർ പാണക്കാട് കുടുംബം മുന്നിൽ നിന്നതിന്റെ പേരിൽ വലിയ സമ്പത്തിന്റെ വിഹിതം നൽകിയവരാണ്. കാളികാവിലെ ബാപ്പുഹാജി പറഞ്ഞത് ആറ്റാപ്പ് ചോദിച്ചു ഞാൻ കൊടുത്തുവെന്നാണ്. മറ്റേ ബാപ്പുഹാജി പറഞ്ഞത് പട്ടിക്കാട് ജാമിഅ നൂരിയക്ക് വേണ്ടി തങ്ങൾ ചോദിച്ചപ്പോ ഞാനെല്ലാം നൽകിയെന്നാണ്. സമുദായത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ പാണക്കാട്ട് കുടുംബമുള്ളപ്പോൾ സമുദായം നൽകിയ, ഈ ഉമ്മത്ത് നൽകിയ സമ്പത്തിന്റെ കണക്കുകൾ നിങ്ങളെടുത്ത് പരിശോധിക്കുമ്പോ അത് എത്രമേൽ ഉണ്ടാകുമെന്നതാണ്. ഒരുപാട് പള്ളികൾ, മദ്രസകൾ, കോളേജുകൾ, സംവിധാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സമുദായം അവർ മുന്നിൽ നിന്ന് നയിക്കാനുള്ളത് കൊണ്ട് മാത്രം
മാത്രം അവരെ വിശ്വസിച്ചേൽപ്പിച്ചു എന്നത് ഈ സമുദായം പാണക്കാട് കുടുംബത്തിന് നൽകിയ സ്വാഭാവികമായ ഒരു അധികാരത്തിന്റെ ഒരു സ്ഥാനത്തിന്റെ പ്രതീകമാണ്, അതിന്റെ ഉദാഹരണങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാണക്കാട് കുടുംബത്തിന്റെ മറ്റൊരു പ്രത്യേകത എടുത്ത് പരിശോധിക്കുമ്പോൾ അവർ പറഞ്ഞത് മുഴുവൻ ചെയ്തവരാണ്. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അത് മുഴുവൻ ചെയ്തവരാണ്. പക്ഷെ ചെയ്തതെവിടെയും അവർ പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല. അവർ ചെയ്ത മഹത്മ്യങ്ങൾ അതിനെ ആരുടെ മുന്നിലും വീറോടെ വാശിയോടെ വലിയ വമ്പത്തരം കാട്ടി വീമ്പിളക്കിയിട്ട് പാണക്കാട്ട് ഒരു കുഞ്ഞുപോലും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഒരു പക്ഷെ പറയാം, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ഈ സമുദായത്തെ അടക്കി നിർത്താൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നത്, എന്റെ കുടുംബത്തിൽ നിന്നാണ്. അവരത് പറഞ്ഞാലുണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ്, ആ സവിശേഷതയാണ് പാണക്കാട് കുടുംബത്തിനുള്ളത്. എന്ത് ചെയ്തോ, എന്ത് സമുദായത്തിന് വേണ്ടി അർപ്പിച്ചോ സമർപ്പിച്ചോ അതിനെല്ലാം എടുത്തു പറഞ്ഞ് ആളാവാനുള്ള നീക്കങ്ങൾ പാണക്കാട് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ചരിത്രത്തിൽ ഇത്ര കാലമായിട്ടുണ്ടായിട്ടില്ല എന്നതാണ്. നമുക്കറിയാം, മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, സമുദായത്തിന്റെ കൃത്യമായ നേതൃത്വം നൽകിയ ആളാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ശബരിമല തീർത്ഥയാത്ര പോയ 5 യുവാക്കൾ മലപ്പുറത്തിനടുത്ത് ഒരു കൊക്കയിലേക്ക് വീണ് മരിച്ച കഥയുണ്ടായിരുന്നു. അവർ 5 പേരും ഉടനെ തന്നെ മരിക്കുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് അവരുടെ ശവശരീരം കൊണ്ടുവന്ന സമയത്ത് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. സാന്ത്വനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ, സമാധാനം പകരാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ഈ 4 പേരുടെ അവരെല്ലാം ആശ്വസിപ്പിച്ചു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾക്ക് കൂടെ ഞാനുണ്ട്, എന്താവശ്യം വന്നാലും എന്നെ വിളിച്ചാൽ മതി. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ കഥ മോയിൻ മലയമ്മ പാണക്കാട് തങ്ങന്മാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 5ാമതായി മരണപ്പെട്ട ആ യുവാവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അയാളുടെ ഭാര്യ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്, മക്കൾ കരയുന്നുണ്ട്, സഹോദര സഹോദരിമാർ അയാളുടെ ജഡത്തിന്റെ അടുത്ത് നിന്ന് കരയുകയാണ്. അയാളുടെ ശവശരീരത്തിന്റെ അടുത്ത് നിന്ന് തേങ്ങുന്ന അയാളുടെ പിതാവിനെ ചേർത്ത് പിടിച്ച് മഹാനായ ശിഹാബ് തങ്ങൾ പറയുന്ന ഒരു സംസാരമുണ്ട്, നിങ്ങൾ ഭയപ്പെടരുത്, പാണക്കാട്ട് നിന്ന് തങ്ങളാണ്, നിങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾക്ക് സമാധാനം പകരാൻ വേണ്ടി വന്നതാണ്. അത് പറയുമ്പോ ആ മനുഷ്യൻ ശിഹാബ് തങ്ങളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ആ തൂവെള്ള വസ്ത്രത്തിലേക്ക് തന്റെ മുഖം അമർത്തി പിടിച്ചു പറയുന്ന മനോഹരമായ സംസാരമുണ്ട്, പ്രിയപ്പെട്ട തങ്ങളെ, ഞാൻ എന്തിന് സങ്കടപ്പെടണം, ഞാൻ എന്തിന് നൊമ്പരപ്പെടണം, എന്റെ മകൻ ഇത്രമേൽ പുണ്യം ചെയ്തവനാണ്. ഒന്ന്, അവനൊരു പുണ്യയാത്രക്ക് പോകുന്ന സമയത്താണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാത്രയായത്. 2ാമത്, പ്രിയപ്പെട്ട തങ്ങൾ അവന്റെ മയ്യത്ത് കാണാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ തന്റെ സമയം ചെലവഴിച്ച് ഇവിടേക്ക് വന്നല്ലോ, എനിക്കത് മതി എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവ വിശ്വാസി പാണക്കാട് കുടുംബത്തെ എത്ര മനോഹരമായാണ് ചേർത്തു വെച്ചത്. അവരൊരു സർവ്വജനത്തിന്റെ നേതൃത്വമായിരുന്നു. മുസ്ലിം സമുദായത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതല്ല പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വം എന്നതാണ്. അൽ വലദു സിർറു അബീഹി എന്ന് പറയാറുണ്ട്. ആ ഒരു ആപ്തവാക്യത്തെ എത്രമേൽ മനോഹരമാക്കിയവരാണ് പാണക്കാട്ടെ മുഴുവൻ തങ്ങന്മാരും. പൂക്കോയ തങ്ങളുടെ 5 മക്കൾ, ഞാനിങ്ങനെ ആലോചിച്ചു പോയി, പൂക്കോയ തങ്ങൾ ചെയ്ത സുഹൃതം എന്താണ്, പൂക്കോയ തങ്ങൾ എത്ര വലിയ സുഹൃതം ചെയ്തവരാണ്. പൂക്കോയ തങ്ങളുടെ 5 മക്കളെയും സമുദായം റാഞ്ചി എടുത്തു കൊണ്ടുപോവുകയായിരുന്നു. പാണക്കാട്ട് കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ, സൗഹൃദം പറയാൻ, കളിച്ചു ചിരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ അവർക്കെവിടെയാണ് നേരം? സമുദായം എവിടെ വിളിച്ചോ അവിടെ ഓടിച്ചെന്ന് കരുത്ത് പകരാൻ, സന്തോഷം പകരാൻ, അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാകാൻ, വേദനകൾ ഉണ്ടാകുമ്പോൾ ചേർത്ത് നിർത്തി കൂടെയുണ്ടോ എന്ന് പറയാൻ ഒരു ജനത മാറി നിൽക്കുക, അതിനുവേണ്ടി ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് അത്യന്തം വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് കോളിളക്കങ്ങൾക്കിടയിലും ശാന്തമായി മുന്നോട്ട് പോയ രീതിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറയുന്ന വാചകമുണ്ട്, ഫല്ലൽ ഖലീദൽ ഖൽബ് എന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങളെങ്ങാനും പരുക്കൻ സ്വഭാവമുള്ള ആളായിരുന്നെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അങ്ങയിൽ നിന്ന് മാറിപ്പോകുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ നോക്ക്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി തങ്ങൾ എല്ലാവരും ശാന്തസുന്ദരമായി സൗമ്യന്മാരായിട്ട് സമുദായത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകിയവരാണ്. അവരെങ്ങാനും പരുക്കൻ സ്വഭാവമുള്ളവരായിരുന്നെങ്കിൽ, പ്രവാചകന്മാരുടെ പ്രതീകങ്ങളായ അവരെങ്ങാനും പരുക്കൻ സ്വഭാവമുള്ളവരായിരുന്നെങ്കിൽ ഈ സമുദായം അവർക്ക് കീഴിൽ സമ്മേളിക്കുക അസാധ്യമായ കാര്യമായിരുന്നു. അത്രമേൽ ലോലമായ ചിന്തയിലൂടെയാണ്, ലോലമായ നേതൃത്വത്തിലൂടെയാണ് ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുസ്ലിം ലീഗിനും സമസ്തക്കും നേതൃത്വം നൽകി ഈ ജനതയെ മുന്നോട്ട് നയിച്ചുകൊണ്ട്
കൂടിക്കൊണ്ടേയിരുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങളെ കുറിച്ചും നമ്മൾ ഒരുപാട് പറയാറുണ്ട്. ഹൈദരലി ശിഹാബ് തങ്ങളും അങ്ങനെയാണ്. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം ജനത നേതൃത്വത്തെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംശയമേതുമില്ലാതെ കണ്ണുകൾ മുഴുവനും പാഞ്ഞത് ഹൈദരലി ശിഹാബ് തങ്ങളെയാണ്. ഹൈദരലി ശിഹാബ് തങ്ങളിലേക്കാൻ സമസ്തയിലും മുസ്ലിം ലീഗിലും സമുദായത്തിന്റെ മനോഹരമായി ഹൈദരലി ശിഹാബ് തങ്ങൾ തന്റെ കുറഞ്ഞ കാലത്തിനിടയിൽ ആ ചെറിയ മനുഷ്യൻ വലിയ നേതൃത്വത്തെ സമ്മാനിച്ചു എന്നതാണ്. എത്ര സുകൃതം ചെയ്ത ആളുകളാണ് അവരെല്ലാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ മഹാനായ ഹക്കീം ഉസ്താദ് പറയാറുണ്ട്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. ആ സ്വഭാവത്തിന്റെ പകർപ്പായിരുന്നു പാണക്കാടിലെ മുഴുവൻ നേതൃത്വവും എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. പാണക്കാട് പൂക്കോയത്തങ്ങൾ വളർത്തിയ, പൂക്കോയത്തങ്ങൾ നട്ടു വളർത്തിയ മനോഹരമായ വൃക്ഷങ്ങളായിരുന്നു അവരെല്ലാം. പൂക്കോയത്തങ്ങൾ ഒരു പൂക്കാലത്തെ ഉദ്ഘാടനം ചെയ്താണ് കഴിഞ്ഞുപോയത്. പൂക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ആ പൂന്തോട്ടത്തിൽ നിന്ന് ഹേമന്തവും വസന്തവും സമുദായം ആവോളം ആസ്വദിച്ചു. അവിടെ നിന്ന് വേണ്ടുവോളം നമ്മൾ തേൻ നുകർന്നു. അവിടെയുള്ള തെളിനീരുറവകളിൽ നിന്ന് വേണ്ടുവോളം നമ്മൾ ദാഹമകറ്റി. സമുദായം വെയിലുകളിൽ നിന്ന്, പൊരിവെയിലിൽ നിന്ന് ദാഹാർത്തരായി നിൽക്കുമ്പോ അവർ തേടിച്ചെന്ന കാട്ടരുവികളുടെ പേരായിരുന്നു പാണക്കാട്ട കുടുംബമെന്ന് ചേർത്ത് നമ്മൾ എന്നും പറയേണ്ടതുണ്ട്. പൂക്കോയത്തങ്ങൾ ചെയ്ത സുഹൃതം അതാണ്. ആര് ഏത് സമുദായത്തിൽ ആർക്ക് എന്താവശ്യം വന്നാലും പാണക്കാട്ടേക്ക് കയറി ചെല്ലാമെന്ന് പറയുമ്പോൾ ഹൈദരലി തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. പാണക്കാട് തങ്ങന്മാർ എന്ന പുസ്തകത്തിൽ മോയിൻ മലയമ്മ പറയുന്ന കാര്യം ഇതാണ്. ഹൈദരലി തങ്ങളെ കുറിച്ച് പറയാറുണ്ട്, ആര് തന്റെ വാഹനത്തിന് കൈ കാണിച്ചാലും നിർത്തണമെന്ന് ഡ്രൈവർക്ക് പ്രത്യേക ഓർഡർ ഹൈദരലി തങ്ങൾ നൽകാറുണ്ടായിരുന്നു. അത്രേ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അങ്ങനെയാണ്. ആരെന്റെ വാഹനത്തിന് കൈ കാണിച്ചാലും നിങ്ങൾ വാഹനം നിർത്തണം, അവരുടെ ആവശ്യം എന്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞ ഹൈദരലി തങ്ങൾ. മുഹമ്മദ് അലി തങ്ങളെ കുറിച്ച് പറയാറുള്ള മനോഹരമായ ഒരു കഥയുണ്ട്. ഒരു രാത്രിയാണ്, ഡിസംബറിലെ കൂരിരുട്ടിൽ രാത്രി കുറ്റിപ്പുറം ഭാഗത്തിന്റെ ഹൈവേയിലൂടെ കടന്നു പോകുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ സമയത്ത് പെട്ടെന്ന് ആരോ തങ്ങളുടെ വാഹനത്തിന് കൈ കാണിക്കുകയാണ്. കൈ കാണിച്ച ഉടനെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വാഹനം നിർത്താൻ പറഞ്ഞു. ഒരമ്മയാണ്, ഒരമ്മയുടെ കൂടെ പൂർണ്ണ ഗർഭിണിയായ ഒരു മോള് കൂടെയുണ്ട്. പൂർണ്ണ ഗർഭിണിയായ മോൾ കരയുകയാണ്. ഇത് കണ്ട് അമ്മ പറഞ്ഞു, വാഹനം നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നു, ഒരുപാട് വാഹനങ്ങൾക്ക് ഞങ്ങൾ കൈ കാണിച്ചു, പക്ഷെ ആരും നിർത്തിയില്ല. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ഡോറിന്റെ വിൻഡോ താഴ്ത്തിയ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ വണ്ടിയിൽ കയറും, ഞാനിവിടെ ഇറങ്ങാം. അങ്ങനെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള കടത്തിണ്ണയിൽ കയറി നിന്ന് ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങൾ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാക്കണം. അവർക്ക് വേണ്ട സഹായം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, അത് നിങ്ങൾ ചെയ്യണം. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഡ്രൈവർ ഇവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ആ സ്ത്രീയുടെ പ്രസവവും കഴിഞ്ഞ് കുഞ്ഞ് ആൺകുഞ്ഞാണ് എന്ന വാർത്തയുമായിട്ടാണ് മുഹമ്മദ് അലിത്തേക്ക് കടന്നു വരുന്നത്. ഞാൻ ആലോചിക്കുന്നത്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എത്ര സമയം ഒരു ജനതയിൽ നിന്ന് എന്തിന് സഹായത്തിന് വിളിച്ചാലും ആളുകൾ കടന്നു വരാനുണ്ട് എന്നിരിക്കെ, ഏത് പാതിരാത്രിയിലും കിടക്കാൻ മെത്തകളുണ്ട് എന്നിരിക്കെ, അടുത്ത് കണ്ട കടയുടെ തിണ്ണയിൽ കയറി ശാന്തനായി ഉറങ്ങാൻ ഒരു നേതാവ് ചെയ്ത നന്മ എന്താണ്? ആ നേതാവിന്റെ ചിന്ത എങ്ങനെയാണ് സമുദായത്തെ സ്വാധീനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളെ കുറിച്ച് സ്മരിക്കുന്ന സമയമാണ്. ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ശ്രീരംഗപട്ടണത്ത് നിന്ന് ബ്രിട്ടീഷുകാരനെതിരെ വലിയ പോരാട്ടം നയിച്ച ആളാണ് ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ. ആ ചരിത്രം മനോഹരമാണ്. ടിപ്പു സുൽത്താന്റെ ചരിത്രം വക്രവൽക്കരിക്കപ്പെടുന്ന കാലത്താണ് നമ്മൾ ടിപ്പു സുൽത്താനെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. ടിപ്പു സുൽത്താന്റെ ഉപ്പയുടെ പേരാണ് ഹൈദരലി. ഹൈദരലി ടിപ്പു എന്ന് പറയുന്നത് ടിപ്പു സുൽത്താന്റെ ഉപ്പയുടെ പേരാണ്. ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് നിന്ന് ബ്രിട്ടീഷുകാരനെ വാളുകൊണ്ട് തെക്കുബീർ ചൊല്ലി തുരത്തിയോടിച്ചപ്പോൾ, തെക്കുബീർ ധ്വനികൾ മുഴക്കി അദ്ദേഹത്തിന്റെ കൂടെയുള്ള പടയാളികൾ ബ്രിട്ടീഷുകാരനെ കീഴടക്കിയപ്പോൾ, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ അടുത്ത് വന്നിട്ട് അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട്, ഹൈദരലി, നിങ്ങൾ എന്ത് ഭാഗ്യം ചെയ്ത ഉപ്പയാണ്, നിങ്ങൾ എന്ത് ഭാഗ്യം ചെയ്ത ഉപ്പയാണ്. നിങ്ങളുടെ മകൻ കണ്ടില്ലേ, തെക്കുബീർ ധ്വനികളുമായി രാജ്യത്ത് പറങ്കിപ്പടയെ, രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷ് പടയെ അവരെ തോൽപ്പിക്കാൻ, അവരെ തുരത്തിയോടിക്കാൻ ശ്രീരംഗപട്ടണത്ത് നിന്ന് യുദ്ധം ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് എത്ര മഹത്വമാണ് എന്ന് പറയുമ്പോ ഹൈദരാലി പറയുന്നുണ്ട്, അത് എന്റെ മഹത്വമല്ല, എന്റെ മകൻ അത്രമേൽ സുകൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ മകൻ ഇത്ര വലിയ നേട്ടങ്ങളെ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ മഹത്വമല്ല, അവന്റെ ഉമ്മയുടെ ക്രെഡിറ്റാണ്. ആ ക്രെഡിറ്റ് മുഴുവൻ അവന്റെ ഉമ്മക്കാണ്. അവന്റെ ഉമ്മ ഒരു വുളൂ പോലും ചെയ്യാതെ
അവനെ തൊട്ടതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ഹൈദരാലി പറയുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് PMS പൂക്കോയ തങ്ങൾ ഇത്രമേൽ ഒരു ചിന്തയിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ ഹൈദരലി തങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് എന്നതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സമുദായത്തിന് ഒട്ടും വെറുപ്പ് തോന്നാതെ, ഒട്ടും മുഷിപ്പ് തോന്നാതെ കാലങ്ങളോളം ആ നേതൃത്വത്തെ മറ്റൊരു ചിന്തയുമില്ലാതെ ആ നേതൃത്വത്തിന് കീഴിൽ അണിനിരക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആരാകണമെന്ന ചോദ്യം പോലും ഇല്ലാതെ തങ്ങൾ മരിക്കുന്നത് വരെ തങ്ങളാകട്ടെ എന്ന ചിന്ത പാണക്കാട്ടേക്ക് പതിച്ചു നൽകാൻ ഒരു ജനത തയ്യാറാകുന്നത് അവരുടെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ നമ്മൾ വീണ്ടും പറയണം. റസൂലുള്ളാഹിയെ കുറിച്ച് ഏറ്റവും വലിയ അവകാശവാദം ഉന്നയിക്കാനുള്ളത് സ്വഹാബത്തിനാണ്. സ്വഹാബത്ത് പറയാറുണ്ടായിരുന്നു റസൂലുള്ളാഹിനെ കുറിച്ച്, കാന അഹ്ലമുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന അഅ്ദലുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നീതിമാനായിരുന്നു, നീതിബോധമുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഖന്നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ധർമ്മിഷ്ഠനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യബീതു ഇൻദഹു ദീനാറും വലാ ദിർഹം, റസൂലുള്ളാഹിയുടെ അടുത്ത് ഒരു ദീനാർ പോലും ഒരു ദിർഹം പോലും ഒരു രാത്രിയിൽ ബാക്കി നിൽക്കാറുണ്ടായിരുന്നില്ല. ഹൈദരലി ശിഹാബ് തങ്ങൾ വഫാത്തായ സമയത്ത് മലപ്പുറത്ത് നിന്ന് ഒരു സ്ത്രീ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഹൈന്ദവയായ വൃദ്ധയായ ഒരു പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. ഹൈദരലി തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ആറ്റപ്പൂ, ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മരണം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്നെയാണ്. എന്റെ 5 മക്കളുടെ വിവാഹവും നടത്തിത്തരാൻ ഞാൻ പോലും അറിയാതെ സഹായം ചെയ്ത എന്റെ ആറ്റപ്പൂ ഇല്ലാത്ത ലോകത്ത് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഒരു ഹൈന്ദവ സ്ത്രീ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, തിരശീലക്ക് പിന്നിലും പാണക്കാട് സമൂഹത്തിന്റെ കൈകൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നത് അവരുടെ മാത്രം ചരിത്രത്തിന്റെ സവിശേഷതയാണ്. പ്രിയപ്പെട്ട ഹൈദരലി തങ്ങൾ രാത്രി ഒരുപാട് വൈകിട്ടാണ് വീട്ടിലേക്ക് കടന്നു വരാറുണ്ടായിരുന്നത്. ഓരോ ദിവസവും സമുദായത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും കഴിഞ്ഞ് ആര് എന്ത് ആവശ്യങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടോ, ആരുടെയെങ്കിലും നിക്കാഹിന്, കല്യാണങ്ങൾക്ക്, വീടിന്റെ ഉദ്ഘാടനത്തിന്, എന്തിനു വിളിച്ചാലും, കട ഉദ്ഘാടനത്തിന് എന്തിനു വിളിച്ചാലും അതെല്ലാം നഷ്ടപ്പെടുത്താതെ അതിനെല്ലാം നാം വരാമെന്ന് അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി തന്റെ സമയം നീക്കിവെച്ച് അവസാനം പാതിരാത്രിയിലും കൂരാകുരുട്ടിലും തന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഏറ്റവും അവസാനം ഈ സമുദായത്തിൽ നിന്ന് കിടന്നിറങ്ങുന്ന മനുഷ്യനായിരുന്നു മഹാനായ ഹൈദരലി തങ്ങൾ. പ്രിയപ്പെട്ട ബാലചന്ദ്രൻ ചുള്ളിക്കാട് അമ്മയെ കുറിച്ചൊരു കവിത പറയുന്നുണ്ട്. എന്റെ വീട്ടിലുണ്ടൊരു നക്ഷത്രം, എന്റെ വീട്ടിലുണ്ടൊരു നക്ഷത്രം, ഏറ്റവും അവസാനം അസ്തമിക്കുന്ന നക്ഷത്രം. പക്ഷേ ആ നക്ഷത്രമാണ് നാളെയുടെ പകലിൽ ഏറ്റവും ആദ്യം ഉദിച്ചുയരുന്നത്. അതെന്റെ അമ്മയാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ഹൈദരലി തങ്ങളുടെയൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് പറയാം, ഈ സമുദായത്തിൽ ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം സമുദായത്തിലെ ഓരോ അണികളും അന്തിയുറങ്ങിയാലും കൂരാകൂരിട്ടിൽ തണുപ്പിൽ പുതച്ചുമൂടി കാൽവെള്ളകൾക്കിടയിൽ കൈകൾ തിരികെ നമ്മൾ എത്ര ഉറക്കിലേക്ക് വഴുതി വീണാലും അവസാനം വന്നുറങ്ങുന്നത് ഞങ്ങളുടെ നേതാവായിരുന്നു, ഹൈദരലി തങ്ങളായിരുന്നു. പക്ഷെ നാളെയുടെ പ്രഭാതത്തിൽ പാണക്കാട്ട പള്ളിയിലേക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് വരാൻ ഞങ്ങളുടെ ഹൈദരലി തങ്ങൾക്ക് മടിയില്ലായിരുന്നു എന്ന് പാണക്കാട്ട പള്ളിയിലെ ഇമാം അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്ത്, അദ്ദേഹം വഫാത്തായ സമയത്ത് പറഞ്ഞത് നമ്മൾ ഓർക്കുകയാണ്. ഈ സമുദായത്തിന്റെ ഉദിച്ചുയർന്ന നക്ഷത്രമായിരുന്നു മഹാനായ ഹൈദരലി തങ്ങൾ. പൂക്കോയ തങ്ങളുടെ മുഴുവൻ സന്തതികളും സമുദായത്തിന് വേണ്ടി നിരന്തരം ചെയ്തതും അത് തന്നെയാണ്. സമുദായം എന്താവശ്യപ്പെട്ടോ, ഏത് സമയത്ത് എന്താവശ്യപ്പെട്ടോ അതവർ നിരന്തരം ചെയ്തുവെന്നാൽ ഈ അടുത്ത് മാതൃഭൂമിയുടെ ആഴ്ച പതിപ്പിൽ വായിച്ചൊരു കാര്യം ഓർത്തു പോവുകയാണ്. റോമിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ കാലത്ത് അദ്ദേഹം അടിമകളെ മുഴുവൻ ജയിലിലടച്ച്, കാരാഗൃഹത്തിലടച്ച് അവരെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവരിൽ അടിമകളുടെ നേതാവായിരുന്ന ഒരു സ്പാർട്ടക്കസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ സ്പാർട്ടക്കസ് അടിമകൾക്കിടയിൽ വിപ്ലവ ചിന്ത നിരന്തരം ഉയർത്തിക്കൊണ്ടേയിരുന്നു. റോമിലെ രാജഭരണകൂടത്തിനെതിരെ, അടിമകളെ ദുരുപയോഗം ചെയ്യുന്ന രാജഭരണത്തിനെതിരെ നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞ് സ്പാർട്ടക്കസ് ജനങ്ങൾക്കിടയിൽ വിപ്ലവ ചിന്ത, നവോത്ഥാന ചിന്ത ഉയർത്തിക്കൊണ്ടേയിരുന്ന സമയം ഇത് രാജാക്കന്മാരുടെ ചെവിയിലുമെത്തി. ഉടനെ രാജാവ് കാരാഗ്രഹത്തിലിരുന്ന മുഴുവൻ തടവ് പുള്ളികളെയും അടിമകളെയും കൊണ്ടുവന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരാണ് സ്പാർട്ടക്കസ്? സ്പാർട്ടക്കസ് ആരാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എല്ലാ ക്രൂരതകളിൽ നിന്നും മോചിപ്പിക്കാം എന്ന് റോമിലെ രാജാവ് പറയുമ്പോ ആ ജനങ്ങൾ സ്പാർട്ടക്കസ് എന്ന് പറയുന്ന തങ്ങളുടെ നേതാവിനെ ഒരു നിമിഷത്തെ സുഖങ്ങൾക്ക് വേണ്ടി, ഒരു നിമിഷത്തെ സമാധാനത്തിന് വേണ്ടി, സ്വൈര ജീവിതത്തിന് വേണ്ടി ഒറ്റുകൊടുക്കുമെന്നാണ് നമ്മൾ വ്യാമോഹിക്കുന്നതെങ്കിൽ ആ സദസ്സിൽ നിന്ന്, അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് 1000 കൈകൾ ഉയരുകയാണ്. ഞാനാണ് സ്പാർട്ടക്കസ് എന്ന് പറഞ്ഞ് തങ്ങളുടെ നേതാവിന് ഒറ്റുകൊടുക്കാൻ മനസ്സില്ലടോ എന്ന് പറഞ്ഞ ഒരു ജനതയുണ്ട്. ആ
ജനത നമുക്ക് പാഠമാണ്. പാണക്കാട്ട് കുടുംബത്തിന് നേരെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ കൂരമ്പുകൾ വരുമ്പോ ഈ തങ്ങന്മാർക്ക് സമുദായത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കോട്ട കെട്ടി നിൽക്കാൻ, തീപ്പന്തം പോലെ അവർക്ക് വെളിച്ചമായി നിൽക്കാൻ, അവർക്ക് മതിലുകളായി നിൽക്കാൻ ഒരു ജനത ഇവിടെ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട സമയമാണ്. പാണക്കാട് സമൂഹം, പാണക്കാട്ടെ കുടുംബം സമുദായത്തിന് വേണ്ടി നിരന്തരം പലതും അവരുടെ സമയങ്ങളും ജീവിതവും സമർപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും ഒരു ജീവിതം കൊണ്ട് 10,000 ജീവിതങ്ങളുടെ മേന്മ, നന്മ, സുഹൃതം അവർ ജീവിച്ചു തീർത്തുകൊണ്ടേയിരിക്കുമ്പോഴും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് കാവലിരിക്കുക എന്നതാണ്. അവർ ചെയ്ത സുഹൃതങ്ങൾക്ക് നമ്മൾ പരസ്പരം പകരം എന്ത് ചെയ്താലും മതിയാകില്ല എന്നിടത്ത് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്. അള്ളാഹു അവരെ ഈ ഉമ്മത്തിന്റെ മേൽ നിലനിർത്തി തരാൻ, ഈ അധികാരത്തിൽ നിലനിർത്തി തരാൻ അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ ഒരു കഥയെക്കുറിച്ച് പറയാറുണ്ട്. ഫറസ്ദഖ് അദ്ദേഹത്തോട് പറയുന്ന ഒരു കവിതയുടെ പശ്ചാത്തലം കൂടിയാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് അദ്ദേഹം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ, ഇസ്ലാമിക ഖിലാഫത്തിന്റെ ധ്വജവാഹകനായിരുന്ന ഭരണാധികാരിയാണ്. അദ്ദേഹം ഒരു ദിവസം കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി, ഉംറ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന സമയം ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രാജാവാണ്. വലിയ അധികാരങ്ങളുടെ കസേര മുഴുവൻ തന്റെ ചോട്ടിലുണ്ടായിരുന്ന, അധികാരത്തിന്റെ ചെങ്കോലുകൾ മുഴുവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ ഭൂപ്രദേശത്തെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു സാധാരണക്കാരനെന്ന നിലക്ക് അയാൾക്ക് ആരും മാറിക്കൊടുക്കുന്നില്ല. അയാൾ തിക്കിനും തിരക്കിനുമിടയിലൂടെ ആളുകളെ മുട്ടി, സാധാരണക്കാരൻ എങ്ങനെയാണോ തവാഫ് ചെയ്യുന്നത് എന്ന രീതിയിൽ പ്രയാസപ്പെട്ട് തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ അപ്പോഴാണ് ഒരു യുവാവ് അങ്ങോട്ട് കടന്നു വരുന്നത്. ആ യുവാവ് കടന്നു വന്ന് തവാഫ് ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ടി മുഴുവൻ മനുഷ്യരും വഴിയൊരുക്കി കൊടുക്കുകയാണ്. അയാൾക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുന്നു, അയാൾക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നു. അയാൾ സമാധാനത്തോടെ തവാഫ് ചെയ്യട്ടെ എന്ന് അവിടെ തവാഫ് ചെയ്യാൻ വന്ന എല്ലാവരും കരുതുന്നു. ഉടനെ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ഫറസ്ദഖിനോട് ചോദിക്കുന്നുണ്ട്, അഹന്ത നിറഞ്ഞ ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരാണ് ഇയാൾ? ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന് അറിയാം അത് ആരാണെന്ന്. ഉടനെ ചോദിക്കുന്ന, ആരാണ് അയാൾ? ഫറസ്ദഖ് മനോഹരമായി ആ സന്ദർഭത്തെ പാടി പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: ഹുവല്ലദീ തഅരിഫുൽ ബത്ഹാ വതഅതഹു. അതാരാണെന്ന് ഇവിടുത്തെ മണൽത്തരികൾക്ക് പോലും അറിയാം, ഇവിടുത്തെ ഒരു കൊച്ചു ഉറുമ്പിന് പോലും അറിയാം അതാരാണെന്ന്. ഹുവബ്നു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമിൻ. അദ്ദേഹം മഹാനായ പ്രവാചകന്റെ പ്രവാചക പരമ്പരയിലെ ഒരു കണ്ണിയാണ്, പ്രവാചക പരമ്പരയിലെ ഒരു കുട്ടിയാണ്. ഹുവൻ നഖിയ്യു തഖിയ്യു ത്വാഹിറുൽ അലം. അദ്ദേഹം പരിശുദ്ധനാണ്, പ്രവാചകനെ പോലെ ശുദ്ധിയുള്ളവനാണ്, പ്രവാചകനെ പോലെ പവിത്രതയുള്ളവരാണ്. അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഫറസ്ദഖ് ഇങ്ങനെ പാടി പറഞ്ഞത്. പ്രവാചകന്റെ സ്വഭാവത്തെ, പ്രവാചക കുടുംബത്തിന്റെ മഹാത്മ്യത്തെ ഒരു ജനത എത്രമേൽ മനോഹരമായി അംഗീകരിച്ചിരുന്നുവെന്ന് ഫറസ്ദഖിന്റെ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഫറസ്ദഖ് നിർത്തിയില്ല, ഫറസ്ദഖ് ഒരു വരി കൂടെ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫി തശഹ്ഹുദിഹി ലൗല തശഹ്ഹുദു ഖാന ലാമുഹു നഅം. അദ്ദേഹം തന്റെ ഷഹാദത്ത് കലിമ ചൊല്ലുന്നിടത്തല്ലാതെ ലാ എന്ന് പറയാറുണ്ടായിരുന്നില്ല. ഷഹാദത്ത് കലിമ ചൊല്ലുന്ന ഭാഗത്തൊഴികെ അദ്ദേഹം എവിടെയും എന്റെ അടുത്ത് ഇല്ല എന്ന് പറയുന്ന പ്രയോഗത്തെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാ എന്ന് പറയുന്ന പ്രയോഗമെങ്ങാനും ഭാഷയിൽ ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്ന ലാ പകരം നഅമായി മാറുമായിരുന്നു. പാണക്കാട് കുടുംബവും അങ്ങനെയാണ്. എന്ത് ചോദിക്കുമ്പോഴും ഇല്ല എന്ന് പറയുന്ന രീതി പാണക്കാട് കുടുംബത്തിന് പറഞ്ഞു ശീലമില്ല. എല്ലാത്തിനും അതെ, ഞങ്ങളുണ്ട്, കൂടെ നിൽക്കാം എന്ന് പറയുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബമെന്ന് ഫറസ്ദഖ് അദ്ദേഹത്തെ കുറിച്ച് ഒരു വരി കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. ഹമ്മാലു അഫ്ഖാലി അഖ്വാം. സമുദായത്തിന്റെ വേദനകളെ മുഴുവൻ നെഞ്ചേറ്റിയ ഒരു കൂട്ടം. അങ്ങനെയാണ് പാണക്കാട് കുടുംബവും കഴിഞ്ഞു പോയത്. ജനത പൊരിവെയിലെത്തി നിൽക്കുമ്പോ അവർക്ക് കുട പിടിക്കാൻ, അവർക്ക് തണല് നൽകാൻ ഞങ്ങളുണ്ട് എന്ന് നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരുന്ന ആളുകളാണ് പാണക്കാട്ടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും എന്ന് നമ്മൾ മറക്കാതെ, മറവിയുടെ ചരിത്രത്തിന്റെ കാലത്ത്, ചരിത്രം മറന്നുകൊണ്ടേയിരിക്കുന്ന കാലത്ത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു പ്രത്യേക കാര്യത്തിൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇവിടെയുള്ള കേരളത്തിലെ ഇസ്ലാമിക സമ്പ്രദായത്തിന്റെ, കേരളത്തിലെ സാമൂഹിക പരിതസ്ഥിതിയുടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ. ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്,
ഒരുപക്ഷെ 4.5 കോടിയോളം മുസ്ലിം സമുദായം ഉത്തരേന്ത്യയിൽ മാത്രമുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ ഏതാണ്ട് 85 ലക്ഷം മുസ്ലിങ്ങൾ മാത്രമാണുള്ളത്. പക്ഷെ എങ്ങനെയാണ് അവിടെയുള്ള 4.5 കോടി ജനതയ്ക്ക് അവകാശപ്പെടാനുള്ളതിനേക്കാൾ 10 മടങ്ങ് സംസ്കാരത്തെയും സമ്പ്രദായത്തെയും സാമൂഹിക പരിതസ്ഥിതിയെയും ആരോഗ്യത്തെയും നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ മുഗളൻ രാജാക്കന്മാരുടെ പിൻതലമുറക്കാരാണ് അവർ. എല്ലാതരം അധികാരത്തിന്റെ എല്ലാതരം അപ്പക്കഷ്ണങ്ങളും രുചിച്ചു നോക്കിയവർ, അധികാര കസേരയിൽ ഒരുപാട് നാളിരുന്ന് വലിയൊരു പൈതൃകത്തെ കെട്ടിപ്പടുത്തവർ. പക്ഷെ അവരുടെ പിൻതലമുറക്ക് ആ അധികാരത്തിന്റെ മുഴുവൻ പ്രിവിലേജുകളും നഷ്ടപ്പെട്ടു പോയി. പക്ഷെ എങ്ങനെയാണ് ഒരു വലിയ അധികാരത്തെ അവകാശപ്പെടാനില്ലാത്ത, രാജാധികാരത്തിന്റെ ചരിത്രം പറയാനില്ലാത്ത കേരളത്തിലെ മുസൽമാന് മാത്രം ഇത്ര വലിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പരിതസ്ഥിതിയെ, ഒരു സുസ്ഥിതിയെ കുറിച്ച് പറയാൻ, വാചാലമാകാൻ സമയമുണ്ടാകുന്നത്, കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ്. അതിവിടെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്താണെന്ന് നോക്കുമ്പോൾ, അതിന്റെ ഹേതു എന്താണെന്ന് നോക്കുമ്പോൾ, ഒരു പക്ഷെ ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായത്തിൽ അവർക്ക് വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർക്ക് പണ്ഡിതന്മാരുണ്ട്, അവർക്ക് ധനമിറക്കാൻ ഒരുപാട് മുതലാളിമാരും നേതാക്കന്മാരുമുണ്ട്. എല്ലാം കേട്ടുനിൽക്കാൻ ഒരുപക്ഷെ സാധാരണക്കാരും നമ്മളെക്കാൾ കൂടുതലുണ്ട്. പക്ഷെ 4.5 കോടിയോളം വരുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് പിഴച്ചത് പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും സാധാരണക്കാരുടെ ഇടയിലുള്ള യോജിപ്പില്ലായ്മയാണ്. അത് കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇത്ര മനോഹരമായി നമ്മൾ ഇവിടെ ഇരുന്ന് ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായത്തെ കുറിച്ച് വിലപിക്കുന്നതും നമ്മുടെ സുസ്ഥിതിയെ കുറിച്ച് അഭിമാനിക്കുന്നത് പോലും. മലബാർ കലാപത്തിന്റെ മുഴുവൻ വേദനകളും പേരേണ്ടി വന്ന ഒരു ജനതയാണ് നമ്മൾ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനമുണ്ട്, മാപ്പിള മുസ്ലിങ്ങളെ കുറിച്ച് ഒരു പഠനമുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: 900 കാലഘട്ടത്തിൽ, 921 കാലഘട്ടത്തിൽ മലബാർ സമരം കഴിഞ്ഞതിൽ മുഴുവൻ എല്ലാം തകർന്നുപോയ ഒരു ജനതയാണ് നമ്മൾ. സാംസ്കാരികമായി, സാമൂഹികമായി, സാമ്പത്തികമായി, രാഷ്ട്രീയ അധികാരങ്ങളിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ. അവിടെ നിന്ന് ഇന്ന് വരെയുള്ള ഒരു മനോഹരമായ പ്രയാണമുണ്ട്. അതിന് കരുത്തേകിയത് ഈ ഉലമ ഉമറ ഐക്യമാണ് എന്ന് നമ്മൾ എന്നും നിരന്തരം ഓർക്കേണ്ടതുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനം പറയുന്നത് ഇതാണ്: മലബാറിലെ മാപ്പിളമാരെ കുറിച്ച് സാംസ്കാരികമായി ഒന്നുമില്ലാത്തവർ, സാമൂഹികമായി ഒന്നുമില്ലാത്തവർ, അധികാരത്തിന്റെ എല്ലാ നീക്കങ്ങളിൽ നിന്നും, എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും, കസേരകളിൽ നിന്നും അഴുക്ക് ചാലുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ എന്ന് ഒരു ജനതയെക്കുറിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ പോലും രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എങ്ങനെയാണ് ഇന്ന് നമ്മൾ ഇത്രമേൽ പുരോഗതി കൈവരിച്ചത്? നിങ്ങൾ നോക്ക്, ഞാൻ പറയുന്ന കാര്യം എത്രമേൽ ശരിയാണെന്ന് എനിക്കറിയില്ല. ആംഗലേയ ഭാഷയാണ് ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അളവുകോലായി നമ്മൾ എടുക്കുന്നതെങ്കിൽ, ആംഗലേയ ഭാഷയിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥം ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആണെങ്കിൽ, ആ ഓക്സ്ഫോർഡ് ഡിക്ഷണറിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചത് ഇപ്പുറത്തുള്ള ദാറുൽ ഹുദയിൽ നിന്നുള്ള ഒരു മുസ്ലിം വിദ്യാർത്ഥിയായിരുന്നു എന്നത് നമുക്ക് അഭിമാനമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഉപ്പമാരുടെ, ഉമ്മമാരുടെ, വല്യമ്മമാരുടെ കൈകളില്ലാത്ത SSLC സർട്ടിഫിക്കറ്റിനെ കുറിച്ച്, +2 സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമുക്ക് അവകാശപ്പെടാൻ ധൈര്യമുണ്ടാക്കിയത് ഇവിടെയുള്ള ഉലമ ഉമറ ഐക്യമാണ് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അതിന്റെ മഹാനായ ഒരു വക്താവായിരുന്നു ബാഫഖി തങ്ങൾ. സയ്യിദ് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ സമുദായത്തിന് വേണ്ടി എല്ലാത്തരം ചിന്തകളെയും സമ്മാനം ചെയ്ത ആളാണ് ബാഫഖി തങ്ങൾ. ബാഫഖി തങ്ങളെ കുറിച്ച് നമ്മൾ ഈ ഉലമ ഉമറ ഐക്യത്തിന്റെ അംബാസഡർ ആയിട്ട് വാഴ്ത്തേണ്ടതുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. ബാഫഖി തങ്ങൾ അങ്ങനെയാണ്. സമുദായത്തിന് വേണ്ടി സമസ്തയുടെ നേതൃത്വത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു. സമസ്തക്ക് വേണ്ടി എല്ലാം പറഞ്ഞു കൊടുക്കാനും, സമസ്തക്ക് കീഴിൽ മദ്രസ സംവിധാനങ്ങൾ കൊണ്ടുവരണം, വിദ്യാഭ്യാസ ബോർഡ് കൊണ്ടുവരണം, അങ്ങനെ തുടങ്ങി എല്ലാതരം ചർച്ചകൾക്ക് പിന്നിലും ബാഫഖി തങ്ങൾ ഉണ്ടായിരുന്നു. ബാഫഖി തങ്ങൾ ചന്ദ്രികയിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോ ബാഫഖി തങ്ങളുടെ കാറിൽ MK മൗലവി ഉണ്ടായിരുന്നു, KM മൗലവി ഉണ്ടായിരുന്നു. KM മൗലവി ബാഫഖി തങ്ങളോടൊപ്പം കാറിലിരുന്ന് തിരൂരങ്ങാടി എത്തുമ്പോ മുജാഹിദ് സംഘത്തിന്റെ മുന്നിലിറങ്ങും. ഇങ്ങനെ ചിലതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഉലമയും ഉമറയും തമ്മിൽ മനോഹരമായ ഐക്യത്തിന്റെ സന്ദേശങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ സമുദായത്തിന് വേണ്ടി നിരന്തരം, അതിനെ നമുക്ക് മറക്കാൻ കഴിയൂല. അതിനെ ചേർത്ത് പിടിക്കുക, അതിനുവേണ്ടി കാവൽ നിൽക്കുക എന്നത് നമ്മുടെ ചരിത്രപരമായ ദൗത്യമാണ്. ബാഫഖി തങ്ങളുടെ വീട്ടിൽ വെച്ചാണ് ഈ ജാമിയ നൂരിയ പട്ടിക്കാട് സ്ഥാപിക്കുന്നതിന് വേണ്ടി തീരുമാനമുണ്ടാകുന്നത്. ബാഫഖി തങ്ങളുടെ മാളിയപ്പുരക്കൽ വീട്ടിൽ വെച്ചിട്ടാണ് അതിനുവേണ്ടി ചർച്ച നടക്കുന്നത്, തീരുമാനമുണ്ടാകുന്നത്. അതേ ബാഫഖി തങ്ങളുടെ അധ്യക്ഷതയിൽ വെച്ചിട്ടാണ് പിന്നീട് ഇപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ കീഴിൽ MSF ഉണ്ടാക്കാനും, മുസ്ലിം ലീഗിന്റെ കീഴിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരാനും, കുസാറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരാനും ബാഫഖി തങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെയാണ്
തന്നെയാണ്, ബാഫഖി തങ്ങളുടെ അധ്യക്ഷതയിൽ വെച്ച് തന്നെയാണ് ചർച്ചകളെല്ലാം ഉണ്ടാകുന്നത്. ബാഫഖി തങ്ങൾ ഒരു തികഞ്ഞ മുസ്ലിം ലീഗുകാരനായിരുന്നു. ബാഫഖി തങ്ങൾ തികഞ്ഞ സമസ്തക്കാരനായിരുന്നു. ബാഫഖി തങ്ങളിൽ നിന്ന് നമ്മൾ ലീഗിനെയും സമസ്തയും പഠിക്കണമെന്നത് വലിയ കാര്യമാണ്. പറങ്കികൾക്കെതിരെ നിരന്തരം നിലകൊണ്ട, പറങ്കികൾക്കെതിരെ നിരന്തരം പോരാട്ട വീര്യത്തോടുകൂടി സമരം ചെയ്ത മഹാന്മാരായിട്ടിരുന്ന കുഞ്ഞാലി മരക്കാർമാർക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ പൊന്നാനിയിലെ കുടുംബത്തിന്റെ മഖ്ദൂമുമാരുടെ കുടുംബത്തിന്റെ കഥ നമ്മൾ പറയാറുണ്ട്. ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ലോകതലത്തിൽ ആഗോളതലത്തിൽ ഇസ്ലാമിക ഫിഖഹിന്റെ റഫറൻസുകൾ പോലും രചിച്ച ആളുകൾ പറങ്കികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ കുഞ്ഞാലി മരക്കാർക്ക് വേണ്ടി സമുദായം രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്തതായി ചരിത്രത്തിൽ വില്യം ലോഗൻ തന്റെ മലബാർ മാനുവലിൽ എഴുതി വെക്കുന്നുണ്ട്. ആ ഒരു പാരമ്പര്യത്തെ നമ്മൾ നിരന്തരം പിടിച്ചുകൊണ്ടേയിരിക്കണമെന്നത് വലിയ കാര്യമാണ്. 963-ലാണ് ജാമിഅ നൂരിയയ്ക്ക് വേണ്ടിയിട്ട് പട്ടിക്കാട് തറക്കല്ലിടുന്നത്. ജാമിഅ നൂരിയയ്ക്ക് വേണ്ടി ശിഹാബുദ്ദീൻ ഇമ്പിച്ചു കോയത്തങ്ങൾ തറക്കല്ലിടുമ്പോ അവിടെ അന്ന് ആ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ചേർന്ന് നിന്നുണ്ടായിരുന്നത്, തന്റെ സമയം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെച്ചുണ്ടായിരുന്നത് മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബായിരുന്നു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉണ്ടായിരുന്നു. വലത് കൈ പിടിച്ചിട്ട് മഹാനായ ഷംസുൽ ഉലമ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടിയാണ് സമുദായത്തിന് ഇത്ര മനോഹരമായിട്ടൊരു സുസ്ഥിതിയെ സമ്മാനിച്ചത്. മഹാനായ ഖായിദെ മില്ലത്തിന്റെയും ഷംസുൽ ഉലമയുടെയും പ്രസംഗമുണ്ട് ജാമിഅയുടെ തറക്കല്ലിടൽ കർമ്മത്തിൽ വെച്ച്. അവരെല്ലാം ഒരുമിച്ച് നിന്ന് ഒരേ വേദിയിൽ നിന്ന് നമുക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. ഈ ഐക്യത്തെ തകർക്കാൻ, ഈ ഐക്യത്തെ മറക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല എന്നത് വലിയ കാര്യമാണ്. നമ്മൾ പൂക്കോയത്തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. പാണക്കാട്ടേക്ക് രണ്ടാമതായിട്ടൊരു ഇടിവണ്ടി വരുന്നത് പൂക്കോയത്തങ്ങളുടെ കാലത്താണ്, ഹൈദരാബാദ് ആക്ഷന്റെ കാലത്താണ്. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്, അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് വാറണ്ട് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പൂക്കോയത്തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാണക്കാട്ടേക്ക് ഇടിവണ്ടി വന്നപ്പോ ലീഗിന്റെ പ്രസിഡന്റ് അല്ല ഞാൻ എന്ന് പറയാൻ പാണക്കാട്ട പൂക്കോയത്തങ്ങൾ തയ്യാറായില്ല. ഞാൻ പ്രസിഡന്റാണ്, അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ സ്വീകരിക്കാനും എന്ത് തന്നെ വന്നാൽ അതിനെ നേരിടാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പൂക്കോയത്തങ്ങൾ പോലീസുകാരന്റെ വണ്ടിയിൽ കയറി പോകുന്നുണ്ട് ജയിലിലേക്ക്. കോഴിക്കോട് പുതിയറ ജയിലിലേക്കാണ് പൂക്കോയത്തങ്ങളെ കൊണ്ടുപോകുന്നത്. പുതിയറ ജയിലിൽ പൂക്കോയത്തങ്ങൾ കിടക്കുന്ന സമയത്താണ് പൂക്കോയക്കുട്ടിയുടെ ശരീരത്തിൽ, എന്റെ പൂക്കോയക്കുട്ടിയുടെ ശരീരത്തിൽ കൊതുകു കടിച്ച പാടുകൾ കണ്ട് സമുദായം കരഞ്ഞു പോയിരുന്ന കാലഘട്ടം. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തലക്കടത്തൂർ ദർസിൽ പഠിക്കുന്ന കാലത്താണ് പൂക്കോയത്തങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ ദർസിൽ നിന്ന് ഉടനെ പാഞ്ഞെത്തുന്നുണ്ട് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പൂക്കോയത്തങ്ങൾ അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ് പാഞ്ഞെത്തിയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ട് തിരുമുറ്റത്ത് വ്യസനിച്ചുകൊണ്ടിരിക്കുന്ന ഹൈദരലി തങ്ങളെ കാണുകയാണ്. ഹൈദരലി തങ്ങളെ കണ്ട ഉടനെ മഹാനായ ശിഹാബ് തങ്ങൾ നേരെ പോകുന്നത് ജയിലിലേക്കാണ്. പൂക്കോയ തങ്ങളെ കണ്ട് ചേർത്ത് പിടിച്ച് കരയുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് മഹാനായ പൂക്കോയ തങ്ങൾ പറയുന്ന ഒരു വാചകമുണ്ട്: മകനെ, നിന്റെ ഉപ്പ ജയിലിൽ കിടക്കുന്നത് എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നിട്ടല്ല, എന്റെ ലാഭത്തിന് വേണ്ടി ഞാൻ ഒന്നും മിണ്ടിയിട്ടല്ല, നിന്റെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് നിന്റെ ഉപ്പ ഈ പൂക്കോയ ഈ ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ട് നീ അഭിമാനത്തോടെ തിരിച്ചു പോകണമെന്ന് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പറഞ്ഞ് യാത്രയാക്കിയ മഹാനായ പൂക്കോയ തങ്ങളുടെ ചരിത്രത്തെ നമ്മൾ വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു പക്ഷെ ആ തിരിഞ്ഞു നടത്തമായിരിക്കാം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മുസ്ലിം സമുദായത്തിന്റെ അപ്പോസ്തലൻ എന്ന് പറയുന്ന നേതൃത്വത്തെ ഏറ്റെടുക്കാൻ അർഹനാക്കിയത്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തെ ഷിഹാബ് എന്നാണ് വിളിച്ചിരുന്നത്. പൂക്കോയ തങ്ങൾ വഫാത്തായി പോയതിനു ശേഷം 29 വയസ്സ് മാത്രമുണ്ടായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിലേക്കാണ് സമുദായത്തിന്റെ മുഴുവൻ കണ്ണുകളും തിരിഞ്ഞു നിന്നത്. CH മുഹമ്മദ് കോയ സാഹിബ് ശിഹാബ് തങ്ങളോട് വന്ന് പറയുന്നുണ്ട്: നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആകണം, നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾ വരണമെന്ന് പറയുമ്പോ എന്നെ നിങ്ങൾ അതിനുവേണ്ടി പറയരുത് CH എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ നിൽക്കുന്ന മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വലത്തെ തോളിലേക്ക് ഒരു കൈ വന്ന് പതിച്ചു. ചേർത്ത് പിടിച്ചു പറഞ്ഞു: പ്രിയപ്പെട്ട തങ്ങളെ, തങ്ങളുട്ടി, നിങ്ങൾ തന്നെ നേതൃത്വം വഹിക്കണം, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ പറഞ്ഞത് മഹാനായ പണ്ഡിതനും സാത്വികനുമായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരായിരുന്നു. ഇങ്ങനെ ഒരു ബന്ധത്തെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അവർക്ക് അവരുടെ പൊതു സവിശേഷത എടുത്തു പരിശോധിക്കുമ്പോൾ അവർക്കെല്ലാം സമുദായമായിരുന്നു, അവർക്കെല്ലാം ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ സമയത്ത് ചിന്തിച്ചത് ഉമ്മത്തി ഉമ്മത്തി എന്നാണ്. എന്റെ ജനതയെ കുറിച്ച് വിലപിച്ചുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോകുന്നത്. അതുപോലെ വഫാത്തായി പോയ ഒരാളെ നമുക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ കാണാം. മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തമിഴ്നാട്ടിലെ ഒരു ആശുപത്രിയിൽ തന്റെ
അവസാന സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കെ അന്ന് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിനിധി കലൈഞ്ചർ കരുണാനിധി കാണാൻ വരുന്നുണ്ട് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ. കായിദെ മില്ലത്തിനോട് തന്നെ കാണാൻ വന്ന തന്റെ അവസാന നിമിഷങ്ങളിൽ കാണാൻ വന്ന കലൈഞ്ചർ കരുണാനിധിയോട് കായിദെ മില്ലത്ത് പറയുന്നത്, മിസ്റ്റർ കലൈഞ്ചർ, എന്റെ സമുദായത്തിന് നിങ്ങൾ ചെയ്തു തന്ന പ്രവർത്തനങ്ങൾക്ക് ഞാനിതാ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നുവെന്നാണ്. അവസാന നിമിഷത്തും തന്റെ ജനതയെ കുറിച്ച് ഓർക്കാൻ ഒരാൾക്ക് സമയമുണ്ടാകുക, തോന്നുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അവർക്ക് സമുദായമാണെല്ലാം, സമുദായത്തെ കുറിച്ചുള്ള ചിന്തയാണെല്ലാം. CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഇന്ത്യയിൽ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഒരു മുസ്ലിം ലീഗുകാരനാകാവുന്നതിന്റെ ഏറ്റവും വലിയതായ ആളാണ് CH മുഹമ്മദ് കോയ സാഹിബ്. CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്ന സമയം K കരുണാകരനുണ്ട്, ആന്റണിയുണ്ട്, ചാക്കിരിയുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന സമയം എല്ലാവരും മുസ്ലിം ലീഗിനെ നിർദ്ദേശിക്കുകയാണ്, മുഖ്യമന്ത്രി പദത്തിലേക്ക് ലീഗ് വരണമെന്ന് നിർദ്ദേശിക്കുകയാണ്. ഈ സമയത്ത് ചാക്കിരി, നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണം ഇത് പറയുമ്പോൾ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി പദവി തന്റെ മുന്നിൽ നിന്ന് കളിക്കുമ്പോഴും CH പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? CH പറഞ്ഞു, പാണക്കാട്ടേക്ക് വിളിച്ചാക്കിരി, ഞാൻ തങ്ങളോടൊന്ന് ചോദിക്കട്ടെ. പാണക്കാട്ടേക്ക് വിളിച്ച് ചാക്കിരിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് CH മുഹമ്മദ് കോയ സാഹിബ് പറയുന്നു, തങ്ങളെ ഇവരിങ്ങനെ പറയുന്നുണ്ട്, എന്നോട് മുഖ്യമന്ത്രിയാകാൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട CH, നിങ്ങൾ മുഖ്യമന്ത്രിയാകണം, ലീഗിന് കിട്ടിയ അവസരമാണ്, ഇത് പാഴാക്കാൻ നമ്മൾ ചിന്തിക്കുകയേ അരുത്. ആ ഒരു തീരുമാനത്തിന് വാക്കിന് ശേഷമാണ് ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി പദവിയെ ഏറ്റെടുക്കാൻ സമ്മതിച്ചതുപോലും. അവിടെ വെച്ചാണ് അബ്ദുൽ സമദ് സാഹിബ് പ്രഖ്യാപിക്കുന്നത്, സംസാരിക്കുന്നത്. ആ പുത്തിരിക്കണ്ട മൈതാനിൽ വെച്ചാണ് പറയുന്നത്, മുസ്ലിം ലീഗിന് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും കിട്ടില്ലെന്ന് പറഞ്ഞു നടന്നിരുന്നവർ, കളിയാക്കിയിരുന്നവർ ഈ മൈതാനിയിൽ വെച്ച് ലീഗിന്റെ പ്രതിനിധി മുഖ്യമന്ത്രിയായത് കണ്ട് അവരുടെ ആത്മാവുകൾ പുളകം കൊള്ളട്ടെ എന്ന് മഹാനായ അബ്ദുൽ സമദ് സാഹിബ് പറഞ്ഞ സമയം CH മുഹമ്മദ് കോയ സാഹിബിന്റെ മറ്റൊരു സംസാരം കൂടെയുണ്ട്. ഒരു ഒരു കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്ത ഉടൻ ആ മനുഷ്യൻ പറയുന്ന വാക്കുകളുടെ ആവേശം എന്താണ്? എന്റെ സമുദായത്തിന്റെ അവകാശങ്ങൾ ഒരു മുടിനാരിഴ പോലും ആർക്കും വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല. മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്തതിനു ശേഷവും എന്റെ സമുദായം എന്ന് പറയാൻ ഒരു മനുഷ്യൻ കാണിച്ച ആർജവത്തെ, ഊർജത്തെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ചേർത്തു വെക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ഉലമ ഉമറ ഐക്യത്തെ സ്ഥാപിക്കാൻ, അതിനെ നിലനിർത്താൻ വേണ്ടി നിരന്തരം നിലകൊള്ളുക എന്നത് വലിയ കാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ സമയങ്ങളെയും എഴുത്തുകളെയും നീക്കങ്ങളെയും സർഗാത്മകതയെയും നമ്മൾ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മഹാനായ കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കുറിച്ച് പറയാറുണ്ട്, സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് പ്രശ്നം അനുഭവിച്ച ഒരു കാലഘട്ടമുണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇന്ത്യയെ വെട്ടിമുറിച്ചത്. പക്ഷെ ഒരു സമുദായം മാത്രം അതിന്റെ മുഴുവൻ വേദനകളും അനുഭവിക്കേണ്ടി വന്നു. മുസ്ലിം സമുദായം അതിന്റെ മുഴുവൻ വേദനകളും അനുഭവിക്കേണ്ടി വന്നു. അപ്പുറത്തേക്ക് പോയി മുസ്ലിം ലീഗിന്റെ മഹാനഗന്മാരായിരുന്ന നേതാക്കന്മാർ 906 ധാക്ക നവാബ് സലീമുല്ലാ ഖാന്റെ വസതിയിൽ വെച്ച് രൂപീകരിച്ച സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരും, ജീവിച്ചിരുന്ന മുഴുവൻ നേതാക്കന്മാരും പാകിസ്ഥാനിലേക്ക് പോയി. അവരെല്ലാം പോയപ്പോൾ ഒരു ജനത വേദന തന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, തീ തിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, കൂരമ്പുകൾക്കും കുന്നുമുനുകൾക്കും മുന്നിൽ നിന്ന് പതറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ നേതാവിന് തിരയുന്നത്. അവശേഷിക്കുന്നത് 2 പേരാണ്. ഒന്ന് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, രണ്ടാമത്തെ ആൾ ചൗധരി ഖലീഖ് സമാനാണ്. ചൗധരി ഖലീഖ് സമാൻ ജിന്നയോട് വലിയ അടുപ്പമുണ്ടായിരുന്ന നേതാവാണ്. മഹാനായ ഗാന്ധിജി അതിർത്തി തർക്കങ്ങൾ കാരണം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടേയിരിക്കെ നിരന്തരം മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും തലകൾ ഗംഗയിലെ നദികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കെ, ഇന്ത്യയിലെ പുഴകൾ മുഴുവൻ മുസൽമാന്റെ ചോര കൊണ്ട് ചുവന്നു തുടുത്തുകൊണ്ടിരിക്കെ, ഈ കാര്യങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ, സമാധാനം തരാൻ എന്തോ കണ്ടു കൊതിച്ച ചൗധരി ഖലീഖ് സമാൻ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നില്ല. കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒറ്റക്കായി. പ്രതിസന്ധിയുടെ സമയമാണ്. പ്രതിസന്ധിയുടെ, പേടിയുടെ, ഭയത്തിന്റെ കൂരാക്കൂരിട്ട് പടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ജനതയോട് പറയുന്ന വാചകമുണ്ട്. മനോഹരമായി കായിദെ മില്ലത്ത് സംസാരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് പ്രവാചകന് തുണയായ അള്ളാഹു ഉണ്ടടോ. ആ വാചകത്തെ ഈ അടുത്ത് പ്രിയപ്പെട്ട മങ്കട മുൻ MLA ടി അഹമ്മദ് കബീർ സാഹിബ് തന്റെ സംസാരമധ്യേ പറയുകയുണ്ടായി. അദ്ദേഹം കോട്ട് ചെയ്തത് ഇങ്ങനെയാണ്: നമ്രൂദുണ്ട്,
തീക്കുണ്ടാരവുമുണ്ട്, അള്ളാഹുവുണ്ട്. പക്ഷെ പ്രവാചകൻ എവിടെ? ആ വാചകങ്ങളെ നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു. പൊരിവെയിലുണ്ടാകുമ്പോ, തീക്കുണ്ടാരമുണ്ടാകുമ്പോ, തീക്കുണ്ടാരത്തിലേക്ക് സ്വയം എടുത്തെറിയപ്പെടാൻ വേണ്ടി മുന്നോട്ട് വന്ന സമുദായത്തിന്റെ പ്രവാചകന്മാരാണ് പാണക്കാട്ട തങ്ങന്മാരെന്ന് അഭിമാനത്തോടെ നമ്മൾ എന്നെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതാണ് ഇക്കാലത്ത് നമുക്ക് ഉമ്മത്തെന്ന നിലക്ക് നിർവഹിക്കാനുള്ള വലിയ ദൗത്യമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.